ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ സാധാരണ നിസ്കരിക്കുന്നത് പോലെ കൂലിയും, നേരെ മറിച്ച് ഒരു 10 അടി നടന്നിട്ട് ആ കാണുന്ന പില്ലറിൻ്റെ അകത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 1,00,000 പ്രതിഫലം. ഞാനിപ്പോൾ നിൽക്കുന്നത് മസ്ജിദുൽ ഹറമിന് ചുറ്റുമുള്ള ഹറം എന്നുള്ള പരിധിക്ക് പുറത്താണ്. പലർക്കുള്ളൊരു ചോദ്യമാണ് മക്കയാണോ ഹറമാണോ വലുത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ മക്കയാണ് വലുത്, ഹറമല്ല. ഹറം എന്നുള്ളത് ഒരു 560 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണ്ണമുള്ള അല്ലെങ്കിൽ വലിപ്പമുള്ളതാണ് ഹറം എന്നുള്ളത്. നേരെ മറിച്ച് മക്ക പ്രൊവിൻസ് അല്ലെ മക്ക പ്രവിശ്യ എന്നുള്ളത് 1,53,128 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണ്ണമുള്ളതാണ് മക്ക എന്നുള്ളത്. മാത്രമല്ല ഈ ഹറമിൻ്റെ പരിധി തന്നെ ഏകദേശം ഇതിൻ്റെ ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണ്ണം നമ്മൾ പറഞ്ഞല്ലോ, അതേപോലെ ഇതിൻ്റെ നീളം വരുന്നത് മസ്ജിദുൽ ഹറമിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ ദൂരമുള്ളതാണ് ഇതിൻ്റെ വിസ്തീർണ്ണം എന്നുള്ളത് അല്ലെങ്കിൽ നീളം എന്നുള്ളത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട 4 പോയിന്റുകളാണുള്ളത്. ഒന്ന് മസ്ജിദ് ആയിഷ, ഹറമിൻ്റെ ഏറ്റവും അടുത്തുള്ള ഹറമിൻ്റെ പരിധിയാണ് മസ്ജിദ് ആയിഷ എന്നുള്ളതും. അത് കഴിഞ്ഞിട്ട് മസ്ജിദ് ജോറാന, അതുപോലെ മസ്ജിദ് ഹുദൈബിയ, പിന്നെ ഞാൻ നിൽക്കുന്ന ഹറമിൻ്റെ ഈ ഭാഗം അറഫയുടെ ഭാഗമാണ്. പരിശുദ്ധ ഹജ്ജിലെ പ്രധാനപ്പെട്ട കർമ്മമായിട്ടുള്ള അറഫയുടെ ഭാഗമാണിത്. അങ്ങനെ 4 പോയിന്റാണ് പ്രധാനപ്പെട്ടുള്ളത്. അതല്ലാതെയും പോയിന്റുകൾ ഒരുപാടുണ്ട്. ഇതിൽ തന്നെ മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് സ്വഹാബത്ത് അന്ന് വെച്ച രൂപത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു ഹറമിൻ്റെ പരിധി ഇന്നും ഇവിടെ ഉണ്ട്. ഞങ്ങളത് കണ്ടെത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത്. അസ്സലാമു അലൈക്കും.